എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫീസിബിലിറ്റി സ്റ്റഡി അഥവാ സാധ്യത പഠനം. An entrepreneur has to face number of problems in the market while establishing a new project. ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ സംരംഭകന് വിപണിയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. These problems can be overcome to a great extent by conducting feasibility study of the new project before establishing it. എന്നാൽ ഇതിനു മുന്നേ ഒരു സാധ്യതാ പഠനം നടത്തുന്നതിലൂടെ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ നമുക്ക് സാധിക്കും. The word feasibility means the capacity of being practicable and study means examine closely. ഫീസിബിലിറ്റി അഥവാ സാധ്യത എന്ന വാക്കിനർത്ഥം പ്രായോഗികമാക്കാനുള്ള ശേഷിയെന്നും സ്റ്റഡി അഥവാ പഠനം എന്ന വാക്കിനർത്ഥം സൂക്ഷ്മമായി പരിശോധിക്കുക എന്നുള്ളതുമാണ്. Thus, feasibility study is to examine closely the capacity of a product being practicable. അതായത് ഉൽപ്പന്നത്തിൻ്റെ സാധുതയെ സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. In other words, it is a systematic method adopted to find out the possibility of manufacturing a product at a particular place with all merits and demerits. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള സാധ്യത കണ്ടെത്തുന്നതിനുള്ള ചിട്ടയായ രീതിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി അല്ലെങ്കിൽ സാധ്യത പഠനം എന്ന് പറയുന്നത്. An entrepreneur uses feasibility study as the first tool for deciding the project to be undertaken. ഏറ്റെടുക്കേണ്ട പ്രോജക്റ്റ് തീരുമാനിക്കുന്നതിനുള്ള ആദ്യ ഉപകരണമായി ഒരു സംരംഭകൻ സാധ്യതാ പഠനത്തെ ഉപയോഗിക്കുന്നു. Before taking an activity, the entrepreneur has to make enquiries about the product he chooses. അതായത് താൻ തിരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് ഒരു സംരംഭകൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. Feasibility study contains fairly specific estimate of project cost, means of financing, sales revenue, production cost, availability of raw materials, skills, capital, market, etc. സാധ്യതാ പഠനത്തിൽ പ്രൊജക്റ്റിൻ്റെ ചെലവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ വ്യക്തമായ കണക്കുകൾ അടങ്ങിയിരിക്കുന്നു. ധനസഹായം, വിൽപ്പന വരുമാനം, ഉൽപ്പാദന ചെലവ്, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, മൂലധനം, വിപണി തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും സാധ്യതാ പഠനം സഹായിക്കുന്നു. ഫീസിബിലിറ്റി സ്റ്റഡി ഹെൽപ്സ് ഇൻ പ്രധാനമായിട്ടും സാധ്യതാ പഠനം ഹെൽപ്പ് ചെയ്യുന്നത് ടു മേക്ക് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഒരു നിക്ഷേപ തീരുമാനം എടുക്കാൻ, ടു അസസ് വയബിലിറ്റി ഓഫ് ദ പ്രൊജക്റ്റ് ഫോർ ഫിനാൻഷ്യൽ ഏജൻസി ഫോർ ഗിവിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സാമ്പത്തിക സഹായം നൽകുന്ന ധനകാര്യ ഏജൻസികൾക്കായിട്ടുള്ള പദ്ധതിയുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താൻ, ടു വർക്ക് ഔട്ട് ദ എക്കണോമി ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം പരിശീലിപ്പിക്കാൻ, ടു എസ്റ്റിമേറ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ റവന്യൂ, സംരംഭത്തിൻ്റെ ലാഭക്ഷമത കണക്കാക്കാൻ, ടു നോ ദ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഫോർ റെക്കമെൻഡഡ് സൈസ് ഓഫ് ദ പ്രൊജക്റ്റ്, ഉൽപ്പന്നത്തിൻ്റെ ശുപാർശിത വിൽപ്പത്തിനായിട്ടുള്ള ബ്രേക്ക് ഈവൻ അനാലിസിസ് നടത്തുന്നതിന്. ദ ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് മെയ്ഡ് ബൈ സാധാരണയായി സാധ്യതാ പഠനം നടത്തുന്നത് ഒരു എൻ്റർപ്രണറോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻസോ അതല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസോ ആണ്. ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഫീസിബിലിറ്റി റിപ്പോർട്ട്സ് ആർ. ഒരു സാധ്യതാ പഠനത്തിൻ്റെ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് സർവേ. Market survey is a scientific study of all the problems related to the transfer and sale of goods produced from producers to consumers. നിർമ്മാതാക്കളിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ കൈമാറ്റവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മാർക്കറ്റ് സർവേ. It is conducted to estimate the potential size of the market for the product proposed to be manufactured. ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നത്തിന് ആവശ്യമായ മാർക്കറ്റിൻ്റെ വലുപ്പം കണക്കാക്കാനാണ് ഇത് നടത്തുന്നത്. ഡിമാൻഡ് സർവേ ഈസ് ഫൈൻഡിങ് ഔട്ട് ദ ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഡിമാൻഡ് സർവേ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൻ്റെ ആവശ്യം കണ്ടെത്തുന്നതിനെയാണ്. ആക്യുറേറ്റ് ഡിമാൻഡ് സർവേ ഈസ് എസെൻഷ്യൽ ഫോർ ആൻ എൻ്റർപ്രണർ ടു പ്രൊഡ്യൂസ് റിക്വയർഡ് ക്വാണ്ടിറ്റീസ് അറ്റ് റൈറ്റ് ടൈം ആൻഡ് അറേഞ്ച് വെൽ ഇൻ അഡ്വാൻസ് ഫോർ വേരിയസ് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ. ഒരു സംരംഭകന് ആവശ്യമായ സാധനങ്ങൾ യഥാസമയം ഉൽപ്പാദിപ്പിക്കുന്നതിന് അത്യാവശ്യമായ ഘടകങ്ങൾ മുൻകൂട്ടി ക്രമീകരിക്കുന്നതിനും ഡിമാൻഡ് സർവേ അത്യാവശ്യമാണ്. സെക്കൻഡ് വൺ, പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്. With the help of information collected from the market and demand surveys, the entrepreneur should select a suitable product to be produced. മാർക്കറ്റ് ഡിമാൻഡ് സർവേകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ സഹായത്തോടെ സംരംഭകൻ താൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് അനുയോജ്യമായ ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കണം. Once the product is identified and the demand is estimated, ഉൽപ്പന്നം തിരിച്ചറിഞ്ഞാണ് ആവശ്യം കണക്കാക്കുന്നത്.
It is necessary to analyze the product for knowing detailed description of the product, that is, its users, customer needs and their quality requirement specifications. ഉൽപ്പന്നത്തിൻ്റെ വിശദമായ വിവരണം നടത്തുന്നതിനാണ് പ്രൊഡക്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റിൻ്റെ ഉപയോഗങ്ങൾ, ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ, സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചുള്ള ഉൽപ്പാദനത്തെയാണ് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. Input analysis. After selecting the type of product to be manufactured, the entrepreneur should think of various input required, namely money, material, machine, men and management, which are known as 5 M's of an industry. പ്രൊഡക്റ്റ് തീരുമാനിച്ചതിന് ശേഷമുള്ള അടുത്ത ഘട്ടത്തെയാണ് നമ്മൾ ഇൻപുട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകളെ, പ്രധാനമായിട്ടും മണി, മെറ്റീരിയൽ, മെഷീൻ, മെൻ, മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിനാണ് ഇൻപുട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ 5 ഘടകങ്ങളെ 5 M's of industry എന്നാണ് പറയുന്നത്. Plan location. A new entrepreneur has to take major decision on locating his plant. The site selected should maximize revenue and provide an opportunity for further growth and expansion. ഇൻപുട്ട് അനാലിസിസിന് ശേഷം നടക്കുന്ന സ്റ്റെപ്പിനെയാണ് പ്ലാൻ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സംരംഭം തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി ഫ്യൂച്ചറിൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഗ്രോത്തും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലും മാക്സിമം പ്രോഫിറ്റും റവന്യൂയും ലഭിക്കുന്ന രീതിയിലുമുള്ള സ്ഥലം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. The following factors are to be considered in locating the plan since they influence the prosperity of the enterprise. ഒരു പ്ലാൻ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, പ്രോക്സിമിറ്റി ഓഫ് മാർക്കറ്റ്സ്, അവൈലബിലിറ്റി ഓഫ് ഫ്യൂവൽ, പവർ ആൻഡ് വാട്ടർ, അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ്, ഹൗസിംഗ്, മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, existence of similar enterprises, local taxes and legislation, climate and topography of the region. Technical evaluation. This is very important aspect to be prepared by an entrepreneur giving all technical capabilities of the proposal project. നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കൽ ക്യാപ്പബിലിറ്റീസിനെ കുറിച്ചുള്ള അറിവ് നൽകുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ടെക്നിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. This information is more useful for getting licenses, benefit from government, financial assistance under subsidy scheme, supply of raw materials, marketing assistance. നമ്മുടെ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ സഹായം ലഭിക്കുന്നതിനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേരിയസ് സബ്സിഡി സ്കീമിൻ്റെ കീഴിൽ ലഭിക്കുന്നതിനും വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ടെക്നിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഉൾക്കൊള്ളുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സ്, production capacity, that is number of units that can be manufactured during a given period, machinery and equipment required, material inputs like raw material, semi-processed components, tools and other auxiliary materials. Fifth one, site selection and plan layout, infrastructure, facilities, working conditions, scope for flexibility of the project. Sixth one, economic evaluation. Economic evaluation is the presentation of the information regarding the profitability of the business or industry of a proposed project. പ്രൊപ്പോസൽ പ്രൊജക്റ്റിൻ്റെ ലാഭത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് എക്കണോമിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എക്കണോമിക് ഇവാലുവേഷനിലൂടെയാണ് നമ്മളൊരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ലോൺ സാങ്ഷൻ ചെയ്തെടുക്കുന്നത്. ഇത് പ്രധാനമായും ഉൾക്കൊള്ളുന്നത് സൈസ് ഓഫ് ദ ഫേം, nature of product, expected quantity of production. Second one, amount of fixed capital required. Third one, raw materials required and their cost. Fourth one, overhead expenses including wages, maintenance costs, ceiling, overheads, etc. Fifth one, marketing facilities, sales turnover and expected profits. Sixth one, any priority and assistance offered by the government. Seventh one, cost of fishery, their useful life, capacity, etc. Seventh one, financial viability. An entrepreneur conceives the project idea with the ultimate objective of making profit. Therefore, the benefits likely to receive are to be analyzed with the help of financial statement and financial ratios. ലാഭം ഉണ്ടാക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യത്തോടെയാണ് ഏതൊരു സംരംഭകനും തൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ലാഭം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും അതിനുള്ള സാധ്യതകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ വയബിലിറ്റി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഉൾക്കൊള്ളുന്നത് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്,
break-even analysis, financial statements such as trading account, profit and loss account, balance sheet, and financial ratios. Next one, feasibility study report. After making feasibility study for any project, the data collected or the information gathered from this survey should be consolidated in a prescribed format called feasibility study report. നമ്മൾ ഇത്തരത്തിലുള്ള സാധ്യതാ പഠനങ്ങൾ നടത്തിയതിനു ശേഷം ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മളൊരു പ്രത്യേകതരം ഫോർമാറ്റിലാക്കി റിപ്പോർട്ടാക്കി സൂക്ഷിക്കും. ഇതിനെയാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദിസ് ഗീവ് ദ ഓപ്പറേറ്റിംഗ് ഡോക്യുമെൻറ്റ് ഓഫ് എനി പ്രൊജക്റ്റ്. ഇതൊരു പ്രൊജക്റ്റിൻ്റെ നടത്തിപ്പിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നു. ദിസ് റിപ്പോർട്ട് ഈസ് യൂസ്ഫുൾ ഫോർ ഗെറ്റിംഗ് ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അസിസ്റ്റൻസ് ഇൻ ഗെറ്റിംഗ് റോ മെറ്റീരിയൽ, സബ്സിഡീസ് ആൻഡ് ടാക്സ് exemptions given for product by government, any marketing assistance given etc. അതായത് ഈ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത്. മേജർ കണ്ടൻറ് ഓഫ് ദ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് നെയിം ഓഫ് ദ ഇൻഡസ്ട്രി ടു ബി സ്റ്റാർട്ടഡ്, address of the unit, product to be manufactured, target of production monthly, quarterly, etc., raw materials, machinery and manpower required, production process selected, capital requirements and means of finance, cost of production and profitability, cash flow statements, break-even analysis, help expected. Detailed project report. Feasibility report purpose is to present relevant fact and information before the decision makers to make them to accept or reject the project. ഒരു പ്രപ്പോസൽ പ്രൊജക്റ്റ് തുടങ്ങണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ട് സഹായിക്കുന്ന റിപ്പോർട്ടിനെയാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. If it is accepted by them, a detailed project report is prepared, and if it is rejected, modifications are done in the feasibility report or another product feasibility report may be prepared. എന്നാൽ പ്രപ്പോസൽ പ്രൊജക്റ്റിന് ഫീസിബിലിറ്റി റിപ്പോർട്ടിന് മുകളിൽ അനുമതി ലഭിക്കുകയാണ് നമുക്കൊരു ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഫീസിബിലിറ്റി റിപ്പോർട്ട് റിജക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മോഡിഫിക്കേഷൻസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഫീസിബിലിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു ഫീസിബിലിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുകയോ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഈസ് എ പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. It gives the working plan for the implementation of project, whereas feasibility report is the basis on which investment decision is taken. അതായത് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രപ്പോസൽ പ്രൊജക്റ്റ് തുടങ്ങണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുന്നതിനും, എന്നാൽ ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം വരുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ പ്രൊജക്റ്റ് നടത്തിക്കൊണ്ടു പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനാണ്. മേജർ കണ്ടൻറ് ഓഫ് ദ ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് ആർ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് എൻ്റർപ്രണർ, ഡീറ്റെയിൽസ് ഓഫ് പ്രപ്പോസൽ പ്രൊഡക്റ്റ്, raw materials required, the list of suppliers, quality and quantity etc., machinery and equipment required, its cost, list of suppliers, means of finance, that is own investment or loans or subsidies, shares etc., fixed capital which include machinery, equipment, cost of tools, fixtures, cost of infrastructure facilities, working capital which includes salaries of staff and labor, requirement of raw material, power and electricity, consumable stores, stationery and postage, transportation, cost of advertisement, taxes to be paid etc. Then total cost of the project, break-even analysis, profitability, remarks. ഇത്രയും വിവരങ്ങളായിരിക്കും ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡിയെയും അതിനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെയും കുറിച്ചുമാണ്. ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടോപ്പിക് കൂടി നമ്മുടെ 4th മൊഡ്യൂളോടെ അവസാനിച്ചിരിക്കുകയാണ്.